ഇതേപോലെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ നിങ്ങൾക്കും വേണോ ഗൈസ്? ഹായ് ഗൈസ്, ഞാൻ ഇന്നൊരു പുതിയ സീരീസ് തുടങ്ങുകയാണ്, സ്കിൻ കെയർ സീരീസ്. അപ്പം നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വീഡിയോ ആട്ടോ അന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാപ്പിപ്പൊടിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നോർമലി എപ്പോഴും ചെയ്യുന്നൊരു സ്കിൻ കെയർ ആട്ടോ ഇത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സ്ക്രബിനായിട്ട് കാപ്പിപ്പൊടി, പഞ്ചസാര, തക്കാളി ഇത് രണ്ടും കൂടെ ഇത് മൂന്നും കൂടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ദെൻ മാസ്കായിട്ട് കാപ്പിപ്പൊടിയും തൈരുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ മുഖമൊക്കെ നല്ല വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലമായി, മേ ബി ഒരു 2 years ആയി എൻ്റെ സ്കിൻ കെയർ ഒക്കെ അവതാളത്ത് കിടക്കുകയാണ്. വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഒരു മാസ്കൊക്കെ ഇട്ടാലായി. പക്ഷേ നോർമലി ഇപ്പോൾ ബേബീസൊക്കെ ഉള്ളവർക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും, എല്ലാത്തിനും ഒരു ചടപ്പും പിന്നെ സമയമില്ലായ്മയും ഒക്കെ ആയിരിക്കും. ദെൻ ഞാൻ അതിൻ്റെ ഫസ്റ്റ് തന്നെ അത് നല്ലോണം മിക്സ് ചെയ്ത്, അതായത് സ്ക്രബ് ഐറ്റംസ് നല്ലോണം മിക്സ് ചെയ്തിട്ട് തക്കാളി ഉപയോഗിച്ച് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കവിളിലും ഒക്കെ സർക്കുലർ മോഷനിലാണ് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. എനിക്ക് അത്ര വലിയ ഇപ്പം ചൂടായതുകൊണ്ടാണോ ഫുള്ള് വേർപ്പായിട്ട് പോകുന്നതുകൊണ്ടാണോ എന്താ പറയുക, നല്ലതായിട്ട് വെള്ളം കുടിക്കുന്നതുകൊണ്ടാണോ അറിയില്ല, സ്കിന്നൊക്കെ അത്യാവശ്യം ഒന്ന് ഹെൽത്തി ആയിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ എനിക്ക് ഡിസ്കളറേഷനാണ് നന്നായിട്ടുള്ളത്. അപ്പം അതിനെന്താ പോകാൻ വഴിയെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇനി ഞാൻ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടാണോ എന്നും ഇത്രയും അതുകൊണ്ടാണ് ഈ ഡിസ്കളറേഷൻ ഉള്ളതെന്ന് അറിഞ്ഞുകൂടാ. സോ നന്നായിട്ട് സർക്കുലർ മോഷനിൽ ഞാൻ സ്ക്രബ് ചെയ്യുന്നുണ്ട്. ഒരു 10 minutes എങ്കിലും ഞാൻ സ്ക്രബ് ചെയ്യാനൊക്കെ ഇത്രയും വേണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ചെറിയ തരിയായിരുന്നു പഞ്ചസാര, അപ്പോൾ നല്ലോണം മെൽറ്റായി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തത്. തരിയുള്ള കോഫി പൗഡറാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും ഹാർഷായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്നിട്ട് ഇനി നമുക്ക് നല്ലോണം മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ ഒരു ഗ്ലോ കാണുന്നില്ല നിങ്ങൾ? ഇത്രയും തന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗ്ലോ കിട്ടും. ഇനി ഞാൻ മാസ്ക് ഇടാണ് കേട്ടോ. അതിന് ഞാൻ വേണ്ടി തൈരും പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ഉപയോഗിച്ച്. നിങ്ങൾക്ക് ഏത് വേണേൽ എടുക്കാം. ഞാൻ 2 രൂപേൻ്റെ കോഫി പൗഡർ ഈക്വലായിട്ട് രണ്ടിലും ഉപയോഗിച്ചിരുന്നത്, സ്ക്രബിന് വേണ്ടിയും ദെൻ മാസ്കിന് വേണ്ടി. എൻ്റെ കുഞ്ഞു മുഖമാണ്, അപ്പോൾ അത്രയൊക്കെ മതിയാവും. അപ്പം നിങ്ങളുടെ ആ മുഖത്തിന് നിങ്ങൾ ആ ക്വാണ്ടിറ്റി എത്ര എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്ര യൂസ് ആക്കാം. ദെൻ ഞാൻ നല്ലോണം മുഖത്ത് സ്പ്രെഡ് ചെയ്യണം. നല്ലോണം കൂടെ കുറച്ചും കൂടെ കട്ടിയുള്ള തരാണ് കുറച്ചും കൂടി നല്ല മാസ്കായിട്ട് കിട്ടും, തിക്ക് മാസ്കായിട്ട് കിട്ടും. എൻ്റേത് കുറച്ചൊരു ലൂസായിട്ടുള്ള തൈരാട്ടോ. പിന്നെ ഇനി തൈര് അലർജി ഉള്ളവരാണെങ്കിൽ റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ വാട്ടറിൽ എത്ര പോവുക എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ പാൽ അലർജി ഉള്ളവർ ഉണ്ട് തോന്നുന്ന, പാലും വേണമെങ്കിൽ യൂസ് ആക്കാം. എനിക്ക് പാൽ അത്ര വർക്കൗട്ട് ആവില്ല, എനിക്ക് എപ്പോഴും തൈരാണ് നല്ല വർക്കൗട്ട് ആവാറ്. പിന്നെ തേൻ യൂസ് ആക്കാം. അങ്ങനെ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും. ഇനി വേണമെങ്കിൽ തന്നെ തക്കാളി ജ്യൂസ് ഇല്ലേ, അതിൻ്റെ ആ എക്സ്ട്രാക്റ്റ് മാത്രം എടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം കേട്ടോ. ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് തൈര്, ഞാൻ അഥവാ അലർജിയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെയുള്ളവർക്ക് അത് യൂസ് ആക്കാം. ദെൻ ഞാൻ നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായിട്ട് തന്നെയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കൂളിങ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നാമത് ഈ ചൂടത്ത് ഇത് ഇടുന്നതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, നല്ലൊരു കൂൾ എഫക്റ്റായിരുന്നു. ദെൻ ഇനി ഇത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് വെക്കേണ്ടത്. ഞാനൊരു 20 minutes വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത്ര ഡ്രൈ ഒന്നും ആയിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത് ചൂടായതുകൊണ്ടാണ് അറിഞ്ഞൂടെ, വെറ്റായിട്ട് ഇങ്ങനെ ഒലിക്കുകയായിരുന്നു മാസ്കൊക്കെ. അപ്പോൾ ഭയങ്കര ചൂടല്ലേ, ഈ ചൂടത്ത് നിങ്ങൾ നല്ലതായിട്ട് വെള്ളം കുടിക്കുക, അത് തന്നെയാണ് ഏറ്റവും നല്ല സ്കിൻ കെയർ. അപ്പം ഡെയിലി നന്നായിട്ട് വെള്ളം കുടിക്കുക. ദെൻ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഡ്രൈ ആയിട്ടുണ്ട് ഗൈസ്, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാൻ പറ്റും. കുറേയൊക്കെ ഡ്രൈ ആയിട്ടും കുറേ സ്ഥലത്തു നിന്നൊക്കെ നെറ്റീൻ്റെ അവിടെ നിന്നൊക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. വേർപ്പ് കാരണമാണ്, എന്ത് ചെയ്യാനാണ്, ചൂട് സഹിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാൻ. സോ നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ ഗൈസ്? എറണാകുളത്തൊക്കെ മഴയാണെന്നൊക്കെ കേട്ടു, നിങ്ങൾക്ക് ഇങ്ങനെ അറിഞ്ഞൂടാ. ഓക്കെ, ഞാൻ പിന്നെ കുളിക്കാൻ പോകുന്നത് കൊണ്ടായിട്ട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ട് പിന്നെ വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ നേരെ തന്നെ പോയി കുളിച്ചു. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അപ്പം തന്നെ മുഖം കണ്ടുകൂടെ നിങ്ങൾക്ക്. ഒന്നും ഞാൻ എൻ്റെ സ്കിന്നിൽ ഇട്ടിട്ടില്ല, നന്നായിട്ട് ഗ്ലോ ഉണ്ട്. ആ ഒരു ഡൾനെസ്സൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ലൈറ്റിൽ തന്നെ കാട്ടിത്തരാം. ആ മുഖത്തത്തെ ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ? നല്ല സോഫ്റ്റായിട്ട് തൈര് യൂസ് ആക്കി കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിനാണ് നല്ല സോഫ്റ്റായിരിക്കും. ഒരു 2 ഡേയ്സെങ്കിലും ആ സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് പഫി ആയിട്ടിരിക്കും ചീക്കൊക്കെ. പിന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. നമുക്കൊരു ആ ടയേർഡ്നെസ്സൊക്കെ പോയൊരു ഫീലുണ്ട്. അത് തണുത്ത തൈര് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ഓൾറെഡി തൈര് തണുപ്പാണല്ലോ, അതുകൊണ്ടായിരിക്കണം. പിന്നെ ഇനി നമുക്ക് ലൈറ്റിൽ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. ഇപ്പോൾ നോക്കൂ ഗൈസ്, ലൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറ ഈ സ്കിൻ കെയർ എങ്ങനെ ഉണ്ടെന്ന്. ദെൻ കമൻറ്റ് ബോക്സിൽ എഴുതൂട്ടോ എല്ലാവരും. ബായ്.